നമസ്കാരം. പാകിസ്ഥാനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യ ന്യൂക്ലിയർ വാർഹെഡുകളുടെ കാര്യത്തിൽ കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനിടയിൽ ഇരട്ടിയിലധികമാണ് പാകിസ്ഥാനേക്കാളും വാർഹെഡുകൾ ഇന്ത്യ വർദ്ധിപ്പിച്ചത്. ഇത് ഒരു വ്യക്തമായ സിഗ്നൽ തന്നെയാണ് പാകിസ്ഥാന് നൽകുന്നത്. നിങ്ങൾ അടിച്ചാൽ നിങ്ങളുടെ ഇരട്ടി വേഗത്തിൽ ഞങ്ങൾ അടിക്കും. നിങ്ങൾ ഭീകരവാദ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ പാകിസ്ഥാനെ മുച്ചൂടും കരിച്ചു കളയാൻ ഇന്ത്യക്ക് ഒരു നിമിഷം മതി എന്ന് പാകിസ്ഥാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. പാകിസ്ഥാൻ അല്ലാതെ ഈ കാര്യത്തിൽ മറ്റൊരു രാജ്യത്തിനും ഒരു ആശങ്കയും ഉണ്ടായില്ല. ഭാരതത്തിനെ കുറിച്ച് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഷാങ്ഗ്രില ഡയലോഗിൽ ഹെക്സേത്ത് പാകിസ്ഥാനിലെ ഒരു മാധ്യമ പ്രവർത്തകയോട് തന്നെ പറഞ്ഞതാണ്. കാരണം ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യമായ ഭാരതം ഏത് മിസൈൽ പരീക്ഷണം നടത്തിയാലും, അഗ്നി 6 അല്ല, ഏത് തരത്തിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയാലും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഭാരതത്തിന് അറിയാം ലോകത്തെ എങ്ങനെ സമീപിക്കണമെന്ന്. ഒരു രാജ്യത്തിനെതിരെയും ഭാരതം അങ്ങോട്ട് കയറി ആവശ്യമില്ലാതെ ആക്രമണം നടത്തില്ല എന്ന് ലോകത്തിന് വ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് ഹെക്സേത്ത് പാകിസ്ഥാന്റെ മാധ്യമ പ്രവർത്തകയോട് പറഞ്ഞത്. ഇത്തരത്തിൽ ഭാരതത്തിനെതിരെ ഒരു സംശയവും ലോകത്തിലെ ഒരു രാജ്യത്തിനുമില്ല. കാരണം ഭാരതം ലോകത്തിന്റെ ചരിത്രത്തിന്റെ ആദികാലം മുതൽ തന്നെ, അല്ലെങ്കിൽ പുരാതന ലോകം മുതൽ തന്നെ ഭാരതം ഈ രീതിയിലുള്ള സമീപനമാണ് എടുത്തുകൊണ്ടേയിരിക്കുന്നത്. ചൈന പോലും പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിന്റെ അടിമകളായിരുന്നു വർഷങ്ങളോളം ചൈന. പക്ഷെ ഒരു സൈനികനെ പോലും ചൈനയിലേക്ക് ഭാരതം അയച്ചിട്ടില്ല. അത്രമാത്രം സാംസ്കാരികമായി ഈ ലോകത്തെ ഭരിച്ചിരുന്ന കാലത്ത്, സാമ്പത്തികമായി ലോകത്തെ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഭാരതം ഒരു കാരണവശാലും ഒരു രീതിയിലും ഒരു ആക്രമണവും ഭാരതത്തിനെതിരെ നീങ്ങാതെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭാരതം ലോകത്തിലെ എല്ലാ മതങ്ങളെയും ശിക്ഷിക്കപ്പെട്ട് ദ്രോഹിക്കപ്പെട്ട് വന്ന എല്ലാ മതങ്ങൾക്കും ഇവിടെ അംഗീകാരവും ഇടവും കൊടുത്തിട്ടുള്ള രാജ്യവും കൂടിയാണ്. അത്തരത്തിൽ ഒരു രാഷ്ട്രത്തിന് ലോകത്തിലെ ഒരു രാജ്യത്തെയും ആക്രമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് വിട്ട കണക്കുകൾ അനുസരിച്ച് ഭാരതത്തിന്റെ കയ്യിൽ പാകിസ്ഥാനെ അപേക്ഷിച്ച 20 വാർഹെഡുകൾ അധികമുണ്ട്. പാകിസ്ഥാന്റെ കൈവശം ഇപ്പോൾ ന്യൂക്ലിയർ വാർഹെഡുകൾ 170 ആണെങ്കിൽ ഭാരതത്തിന്റെ കൈവശം 190 ആണ്. ഏറ്റവും അധികം വാർഹെഡുകൾ കൈവശം വച്ചിരിക്കുന്നത് റഷ്യ തന്നെയാണ്, 5420. അത് കഴിഞ്ഞാൽ അമേരിക്ക 5042. മൂന്നാം സ്ഥാനം ചൈനയ്ക്കാണ് 620. നാലാം സ്ഥാനം ഫ്രാൻസിനാണ് 370. അത് കഴിഞ്ഞാൽ അടുത്ത ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന് ഏകദേശം 250 വാർഹെഡുകൾ കൈവശമുള്ളത്. അതിനുശേഷം ഭാരതത്തിനാണ്. ഭാരതം കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇസ്രായേൽ 90. 60 വാർഹെഡുകളാണ് നോർത്ത് കൊറിയയുടെ കൈവശമുള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വ്യക്തമായ രേഖകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇതിനില്ല. എന്നാലും ഒരു ഏകദേശ കണക്കനുസരിച്ച് 60ഓളം വാർഹെഡുകൾ, ന്യൂക്ലിയർ വാർഹെഡുകൾ നോർത്ത് കൊറിയയുടെ പക്കലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത്തരത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളുടെ കയ്യിലും ന്യൂക്ലിയർ വാർഹെഡുകളുണ്ട്. പക്ഷേ ഭാരതത്തിലുള്ള ന്യൂക്ലിയർ വാർഹെഡിനെ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഭയക്കേണ്ട കാര്യമില്ല. കാരണം അത്രമാത്രം സമാധാനത്തെ ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് ഭാരതം. പക്ഷേ ഭാരതത്തിന്റെ സമാധാനം നിലനിർത്തണമെങ്കിൽ ഭാരതം ശക്തമായ രാജ്യമായിരിക്കണം. ശക്തന്റെ അഭിപ്രായത്തെ ലോകം വണങ്ങുകയുള്ളൂ, ലോകം കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത്. അഗ്നി 6 പരീക്ഷിക്കാൻ പോകുന്നു. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. 12,000 കിലോമീറ്റർ ദൈർഘ്യത്തിലേക്ക് മിസൈലുകൾ വർഷിക്കുവാൻ ഭാരതത്തിന് കഴിയും. അപ്പോൾ അത്തരത്തിൽ ഭാരതം സുശക്തമായിക്കൊണ്ടിരിക്കുന്നു. R6 റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. എയർ ടു എയർ രീതിയിൽ പരീക്ഷിക്കുവാനും എയർ ടു എയർ രീതിയിൽ ആക്രമിക്കുവാനും സന്നദ്ധമായ രീതിയിൽ, എയർ ടു എയർ രീതിയിൽ ആക്രമിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ആയുധമാണ്. എന്നാലും ഇത്തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ ഭാരതം സജ്ജീകരിക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ വലിയ ഞെട്ടലിലാണ്. അതുകൊണ്ടാണ് നേരെ നടക്കാത്തത് കൊണ്ട് പല മാധ്യമ പ്രവർത്തകന്മാരെയും വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്തായാലും പാകിസ്ഥാന് എല്ലാ രീതിയിലും പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. സാമ്പത്തിക അടിത്തറ അപ്പാടെ നശിച്ചു കഴിഞ്ഞു.
ഇനി എനർജി വാങ്ങാൻ, ഊർജ്ജം വാങ്ങുവാനായിട്ടാണെങ്കിൽ പാകിസ്ഥാന്റെ കയ്യിൽ കാശില്ല. അങ്ങോട്ട് ഇറാന്റെ അടുത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ കൊടുക്കുകയുമില്ല. ഒരു സമാധാന കരാറിനൊക്കെ ഇറാനെയും അമേരിക്കയും ഒക്കെ ചട്ടം കെട്ടി പാകിസ്ഥാൻ്റെ ഒരു നീക്കം നടത്തി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു ബ്രോക്കർ രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാന് ആ അവസരം കൊടുക്കുകയും ചെയ്തു. ഇസ്രായേൽ അതിന് ഒരു അവസരവും കൊടുത്തിട്ടില്ല. ആദ്യത്തെ പീസ് ബോർഡ് മുതൽ തന്നെ പാകിസ്ഥാനെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ഇന്റലിജൻസും കൂടി പാകിസ്ഥാനെ തള്ളി പറഞ്ഞതോടുകൂടി അമേരിക്കയ്ക്ക് കൈവടിയേണ്ടി വന്നു. അങ്ങനെ ആ പശ്ചിമേഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട ചർച്ച പോലും നടന്നില്ല. പാകിസ്ഥാനിലാണെങ്കിൽ ആകെ കൂടെ കുറെ ലോക്ക്ഡൗണും പ്രഖ്യാപിച്ചു. അതിനുശേഷം സർക്കാർ സ്കൂളുകൾ അടഞ്ഞു കിടന്നു. അങ്ങനെ ആകെ കൂടി പാകിസ്ഥാന് വലിയ കഷ്ടകാലത്തിന്റെ സമയം തന്നെയായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ധനശേഷി നഷ്ടപ്പെടുന്നു എന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ഇതുകൊണ്ട് ഉണ്ടായിട്ടുമില്ല. അത്തരത്തിൽ പാകിസ്ഥാൻ നശിച്ച നാറാണക്കല്ലെടുത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതാ മറ്റൊരു തിരിച്ചടിയും കൂടി പാകിസ്ഥാന് കിട്ടുന്നത്. എന്തായാലും പാകിസ്ഥാനേക്കാൾ 20 വാർ ഹെഡുകൾ ഇന്ത്യ കൂടുതലായി നേടിയെടുത്ത് വച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു സന്ദേശം തന്നെയാണ് പാകിസ്ഥാന് നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രീൻ എന്ന ഭാരതത്തിന്റെ ഐഡിയോളജി, ഒരു രാജ്യം ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് ആ സ്പോട്ടിൽ തന്നെ അടിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഇന്ത്യയിലേക്ക് ഭീകരവാദ പ്രവർത്തനം നടത്തി അടുത്ത നിമിഷം സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിലേക്ക് നടന്നു. ആ രീതിയിൽ പാകിസ്ഥാന് ഇങ്ങോട്ട് തരാമെങ്കിൽ അങ്ങോട്ട് ഇന്ത്യക്കും തരാം എന്ന് തന്നെയാണ്. പിന്നെ അടുത്ത മറ്റൊരു കാര്യവും കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, UN-ന്റെ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ പ്രതിനിധി പറഞ്ഞതാണ്, പാകിസ്ഥാൻ ഇവിടുന്ന് തൂക്കിയെടുത്ത് വിളകളയേണ്ട സമയം കഴിഞ്ഞു. കാരണം പാകിസ്ഥാൻ എന്നൊരു രാജ്യം UN-ന്റെ അസംബ്ലിയെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത്. ഒട്ടേറെ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ട ഒരു ഇടമാണിത്. അവിടെയൊന്നും ഈ രീതിയിലുള്ള ചർച്ചകളും അഭിപ്രായങ്ങളുമായിട്ട് പാകിസ്ഥാൻ വരാതിരിക്കേണ്ടത്, നോക്കേണ്ടത് UN-ന്റെ കടമയാണ്. ജമ്മു ആൻഡ് കാശ്മീർ ഭാരതത്തിൻ്റെ ഒരിക്കലും നമുക്ക് പിരിയാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ്. അതിൻ്റെ പേരിൽ UN-നെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് കണക്കറ്റ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാന് കൊടുത്തത്. അങ്ങനെ എല്ലായിടത്തു നിന്നും പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ചൈനയെ സോപ്പിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അമേരിക്കയെ സോപ്പിടുന്നുണ്ട്. ഒരു ഭാഗത്തെ സോപ്പും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും അടുത്ത ഇടെ തന്നെ പാകിസ്ഥാൻ വേർപിരിയേണ്ടി വരും. POK-യിൽ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. POK-യിൽ ഉടൻ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ അത്തരത്തിലുള്ള പ്രശ്നം നടക്കുന്നുണ്ട്. ഇന്നും കനത്ത രീതിയിലുള്ള ആക്രമണം തന്നെയാണ് അവിടുത്തെ ആൾക്കാർക്ക് നേരെ പോലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടത്തിയത്. പാകിസ്ഥാൻ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ വേർപിരിഞ്ഞ് പല രാജ്യങ്ങളായി പോകണം. പാകിസ്ഥാൻ എന്നൊരു രാജ്യമായിട്ട് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പല രാജ്യങ്ങളായിട്ട് മാത്രമേ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതിലൊരു ഭാഗം POK ഭാഗം ഭാരതത്തോട് ചേർക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പാകിസ്ഥാനിൽ കുറച്ചു കാലവും കൂടി ഈ മറ്റു രാജ്യങ്ങൾക്കെതിരെ ഭീകരവാദ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ട് പാകിസ്ഥാന് മുന്നോട്ട് പോകാം. പക്ഷേ അധികകാലമൊന്നും ഈ രീതിയിൽ പാകിസ്ഥാന് നിലനിൽക്കാനേ കഴിയുകയില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.